ഭീമകൊറഗാവ് കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഹാനി ബാബു ജയിൽ മോചിതനായി. 5 വർഷത്തിനു ശേഷമാണ് മോചിതനാകുന്നത്. നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലായിരുന്നു ഹാനി ബാബു. മുംബൈ വിട്ടു പോകരുതെന്ന ജാമ്യ വ്യവസ്ഥയുള്ളതിനാൽ ഹാനി ബാബു മുംബൈയിൽ തന്നെ തുടരും. തൗഫീഖ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, അദ്ദേഹം ജയിൽ മോചിതനായി മുംബൈയിൽ തന്നെ തുടരും എന്നതാണ്, തുടരണമെന്നാണ് ജാമ്യ ഹർജിയിൽ ജാമ്യ വ്യവസ്ഥയുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഉച്ചയോടുകൂടിയാണ് ഭീമകൊറഗാവ് കേസിൽ 5 വർഷമായി ജയിലിൽ കിടന്നിരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഹാനി ബാബു ജയിൽ മോചിതനായത്. നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഹാനി ബാബു പുറത്തിറങ്ങിയത്. മുംബൈ വിട്ടു പോകരുതെന്നാണ് ജാമ്യ വ്യവസ്ഥയിലെ ഒരു പ്രധാനമായി പറയുന്നത്. അതുകൊണ്ട് മുംബൈയിൽ തന്നെയായിരിക്കും ഹാനി ബാബു ഇനിയിപ്പോൾ താമസിക്കുക. മുംബൈയിൽ താമസിച്ചുകൊണ്ടായിരിക്കും കേസിന്റെ മറ്റു കാര്യങ്ങൾ നടത്തുകയും ചെയ്യുക. ഭാര്യ ജെനി റെനോവയും സഹപ്രവർത്തകരും ചേർന്നാണ് ഹാനി ബാബുവിനെ ജയിലിന് പുറത്ത് സ്വീകരിച്ചത്. ഈ കേസിൽ നേരത്തെ സുപ്രീം കോടതി ചില ആളുകൾക്ക് ഉൾപ്പെടെ ജാമ്യം നൽകിയിരുന്നു. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അതോടൊപ്പം തന്നെ വിചാരണ കൂടാതെയായിരുന്നു ഹാനി ബാബുവിനെ ജയിലിൽ അടച്ചിരുന്നത്. അതുകൂടി കോടതി പരിഗണിച്ചിരുന്നു ഈ ജാമ്യം നൽകാനായിട്ട്. ജാമ്യത്തെ എന്നെ വലിയ രീതിയിൽ എതിർപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ആ എതിർപ്പുകളെല്ലാം തള്ളിയായിരുന്നു ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർക്ക് ജാമ്യം നൽകിയത്. തുടർന്ന് അദ്ദേഹം ഇന്ന് രാവിലെയാണ് ജയിൽ മോചിതനായത്. ഭീമകൊറഗാവ് കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നായിരുന്നു ഹാനി ബാബു ഉൾപ്പെടെ ഈ കേസിൽ അറസ്റ്റിലായവർ കോടതിയിൽ നിരന്തരം വാദിച്ചിരുന്നത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ കോടതി പരിഗണിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹാനി ബാബു ഉൾപ്പെടെയുള്ള ഈ കേസിലെ അറസ്റ്റ് ചെയ്ത ആളുകളുടെ തീരുമാനം. എന്തായാലും വലിയൊരു ആശ്വാസമാണ് ഹാനി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ബോംബെ ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷമായി ഹാനി ബാബു ജയിലിലായിരുന്നു. അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പലതവണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും എൻഐഎ ജാമ്യം നൽകരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ബോംബെ ഹൈക്കോടതി ഹാനി ബാബുവിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചത്.